നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നിലുള്ള വിശ്വാസം ഞാൻ ഒരിക്കലും നശിപ്പിക്കില്ല. ഗോപികയ്ക്ക് വേദന തോന്നുന്ന ഒരു പ്രവൃത്തിയും ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പ്രോമിസ്. എന്റെ ഭാഗത്ത് നിന്ന് ഞാനും ഋഷിയെ വിഷമിപ്പിക്കില്ല, ഒരിക്കലും. എനിക്ക് വേണ്ട, ഇത് കഴിക്കുക. ഇതില് കയ്പൊന്നുമില്ല, കഴിക്കൂട്ടാ. എനിക്ക് വേണ്ട. അയ്യോ ഈശ്വര, എങ്ങനെ ഈ മരുന്നൊന്ന് കഴിപ്പിക്ക? കുട്ടാ, കുട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഏതാ? പലഹാരം? എനിക്ക് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പാണ് ഇഷ്ടം. ഉണ്ണിയപ്പം ഉണ്ടോ? കുട്ടനൊന്ന് കണ്ണടച്ച്. കണ്ണടയ്ക്ക കൂട്ടാ. ഉണ്ണിയപ്പം വേണമെങ്കിൽ കണ്ണടയ്ക്കണം. തുറന്ന് നോക്കരുതേ. എന്തോ ഒരു ഭാഗ്യത്തിന് ഉണ്ണിയപ്പം കൊണ്ടുവന്ന് എത്ര നന്നായി. കണ്ണടച്ചോ, ഇപ്പം വരും കുട്ടന്. കണ്ണുറക്കാറായോ? ആ, ഇനി കണ്ണു തുറന്നേ. തുറക്കട്ടെ. ഹായ് ഉണ്ണിയപ്പം. ഹായ്, നല്ല ഉണ്ണിയപ്പം. കൊള്ളാവോ? ഇപ്പൊ കയ്പൊന്നും ഇല്ലല്ലോ. നല്ല ടേസ്റ്റ്, നല്ല മധുരം. കഴിക്ക്. കഴിക്ക്. നല്ല ഉണ്ണിയപ്പം, എനിക്ക് കുറെ ഇഷ്ടായി. ഇതുപോലെ എനിക്ക് എന്നും എന്തെങ്കിലും ഉണ്ടായി തരുമോ? കൊണ്ടുവരാലോ. ഇനി നാളെ എന്താ കൊണ്ടുവരണ്ടേ? നാളെ ദോശ. പിന്നെന്താ, കൊണ്ടുവരാലോ. ആ ദേ, ചേട്ടൻ വന്നല്ലോ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. മാലക്ക് പോവാണോ? ഞാൻ പോയിട്ടേ നാളെ വരാം കുട്ട. വേണ്ട, മാലക്ക് പോവണ്ട. അയ്യോ, പോവാതിരിക്കാൻ പറ്റില്ല. നാളെ വരാം. നാളെ നമുക്ക് കാണാലോ. ഞാൻ ഇറങ്ങുക, നോക്കിക്കോണേ. പോട്ടെ കുട്ടാ, നാളെ നേരത്തെ വരില്ലേ? മലകെ ടാറ്റ. അഞ്ജിതയെ കൊണ്ടുവരാൻ വേണ്ടി ഋഷി ബുദ്ധിമുട്ടിയല്ലേ? അഞ്ജിത പറഞ്ഞതാണോ അതോ? ഏയ്, അഞ്ജിത പറഞ്ഞിട്ടൊന്നുമില്ല. അഞ്ജിത മൊബൈല് അവിടെ മറന്നു വെച്ചിട്ടാ ഇറങ്ങിയത്. ഓഹോ, മുത്തശ്ശിയാ പറഞ്ഞത് ആ മൊബൈൽ അഞ്ജിതയ്ക്ക് കൊണ്ടു കൊടുക്കാൻ. സത്യത്തിൽ ഞാൻ മടിച്ചതാ. പക്ഷേ മുത്തശ്ശി പറയുമ്പോ എങ്ങനെയാ പറ്റില്ല എന്ന് പറയാ. അങ്ങനെ പാർക്കിൽ വെയിറ്റ് ചെയ്തിരുന്ന അഞ്ജിതയ്ക്ക് മൊബൈൽ കൊടുക്കാൻ വന്ന ഞാനാ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. പാർക്കിൽ നിന്ന് ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ ഇവിടേക്ക്. എന്നാ പിന്നെ അഞ്ജിത ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാന്ന് കരുതി. അപ്പൊ ആള് മിസ്റ്റർ ക്ലീൻ തന്നെയാണ്. ചായ വന്നല്ലോ. ചായ. കുടിക്കുമോനെ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, ചായ കുടിച്ചില്ലല്ലോ. ചായ വേണ്ട, എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. മുത്തശ്ശ, എന്നാ പിന്നെ ഇറങ്ങട്ടെ. ശരി, ചെല്ല.
അടുത്ത സ്ട്രീറ്റിൽ ഞാൻ തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. താൻ ഉടനെ വരണം. വെയിറ്റ് ചെയ്തോ, ഞാൻ ഇപ്പൊ വരാം. അവിടെ ചെന്ന് കണ്ടിട്ട് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് വരാം. അടിക്കല്ലേ, എന്തായി കളിക്കുന്നത്? അടിക്കല്ലേ ഗോപിക, വേണ്ട. ഏയ്. എടോ, തന്നെ കാണാൻ വേണ്ടിയാ ഞാൻ വീട്ടിലോട്ട് വന്നത്. വേണ്ട വേണ്ട, എന്നോട് കള്ളത്തിലൊന്നും പറയണ്ട. ആ അഞ്ജിതയെ കാണാനോ സംസാരിക്കാനോ പാടില്ലെന്ന് ഋഷിയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവളെ കെട്ടി എഴുന്നള്ളിച്ച് വീട്ടിൽ കയറി വന്നിരിക്കല്ലേ. ഋഷിക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ? ഗോപിക ഇതെന്റെ മുത്തശ്ശി ഉണ്ടാക്കിയ കുരുക്കാണ്. ഓ, അഞ്ജിത മറന്നു വെച്ച ഫോണ് മുത്തശ്ശി കണ്ടതാ ഏണിയായത്. മുത്തശ്ശിക്ക് ഒരേ നിർബന്ധം, അവള് മറന്നു വെച്ച ഫോണ് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കണമെന്ന്. അതുകൊണ്ടാ ഞാൻ അവളെ കാണാനായിട്ട് പോയത്. പിന്നെ അവിടെ വരുമ്പോ എന്റെ ഗോപികയ്ക്ക് ഒരു സർപ്രൈസ് ആവൂലോ എന്ന് കരുതി. ഞാൻ വിശ്വസിച്ചു. ഈ കള്ളത്തിലൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. അതവിടെ നിക്കട്ടെ. എനിക്ക് അഞ്ജിത കൊണ്ടുവന്ന ചായയില് ഉപ്പിട്ടത് താനല്ലേടോ? എനിക്കത് മനസ്സിലായി. എന്തായാലും ഒരിക്കലും അഞ്ജിത അങ്ങനെ ചെയ്യില്ല. ഓഹോ, അപ്പൊ ഞാൻ ഉപ്പിട്ട ചായ തരുമെന്ന്, അവള് മധുരിട്ട ചായ തരുമെന്നല്ലേ ഉദ്ദേശിച്ചത്? അല്ലേ അല്ലേന്ന്? ഇയാൾക്കേ ഉപ്പല്ല വിഷം ചേർക്കണ്ട. വിഷം ചേർത്ത് തരണമെങ്കിൽ തന്നോ. വിഷം കഴിച്ച് ഞാൻ ചാവുന്നത് തനിക്ക് സന്തോഷമാവുമെങ്കിൽ അതിനും ഞാൻ തയ്യാറാ. ഋഷി, വേണ്ട, ഈ വക വാക്കുകളൊന്നും എന്നോട് പറയരുത്. എടോ, ഞാൻ ചുമ്മാ. വേണ്ട, എനിക്കിതൊക്കെ വിഷമാവും. എടോ, തനിക്ക് എന്നെ സംശയമാണോ? സംശയോ? ഹേ, എന്റെ ഋഷി എനിക്ക് വിശ്വാസ. പക്ഷെ അഞ്ജിതയും കൂട്ടി വീട്ടിൽ വന്നപ്പോ എനിക്കത് സഹിച്ചില്ല. ഗോപിക, നമുക്കിടയിൽ അനാവശ്യമായ ഒരു സംശയവും വേണ്ട. ഒരിക്കൽ തന്നെ സംശയിച്ചതിന്റെ പേരില് ഞാൻ അനുഭവിച്ച് തീർത്ത വേദന എനിക്കിപ്പോഴും മറക്കാനാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു അനുഭവവും ഇനി നമ്മുടെ ബന്ധത്തിലുണ്ടാകാൻ പാടില്ല. ഗോപികയ്ക്ക് എന്നിലുള്ള വിശ്വാസം ഞാൻ ഒരിക്കലും നശിപ്പിക്കില്ല. ഗോപികയ്ക്ക് വേദന തോന്നുന്ന ഒരു പ്രവൃത്തിയും ഒരിക്കലും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പ്രോമിസ്. എന്റെ ഭാഗത്തുനിന്ന് ഞാനും ഋഷിയെ വിഷമിപ്പിക്കില്ല, ഒരിക്കലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.